നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം. സെയ്ത്ത് ബിരിയാണി അല്ലേ? നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് കോയമ്പത്തൂരിലേക്കുള്ള ആ എൻട്രൻസിലേക്ക് നമ്മൾ കയറി. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്, എല്ലാവർക്കും നല്ല വിശപ്പാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി നിർത്തുക. അവിടെ അതാ ഷെഫ് അറേബ്യൻ ഫുഡ്, ഷെഫ് സെറ്റ് അറേബ്യൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ നമ്മളവിടെ നിർത്തി നമ്മൾ കഴിക്കാൻ കയറിയിട്ടുണ്ട്. എല്ലാവരും കയറിയിട്ടുണ്ട്. ഞാനൊരു ബൈറ്റ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കി വെക്കാം. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ് ഉൾസൈഡ് കേട്ടോ. എല്ലാവരും കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉൾസൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് മാഷ എന്താ പറഞ്ഞത്? സെയിൻ ബിരിയാണി അല്ലേ? സെയ്ത്ത് ബിരിയാണിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വെജിറ്റബിൾ സൂപ്പും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ്. എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നുള്ളത് ഇനി അവർ വന്നിട്ട് നമുക്ക് പറഞ്ഞു. നമുക്ക് ഇവിടുത്തെ സ്പെഷ്യലുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചോദിക്കാം കേട്ടോ. അവരൊന്ന് വരും. ഇതിപ്പോൾ കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിലാണ്. കറക്റ്റ് സ്ഥലം മധുക്കര എന്ന് പറയുന്നത്. മധുക്കര നമ്മുടെ ഓൾറെഡി നമുക്ക് കേരള മലപ്പുറത്ത് പെരിന്തൽമണ്ണ നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. ഷെഫ് ടേബിൾ എന്നായിരുന്നു പേര്. നമ്മുടെ ഷെഫ് ടേബിൾ ഇപ്പോഴും ഉണ്ടല്ലോ പെരിന്തൽമണ്ണയിൽ. പെരിന്തൽമണ്ണ നമുക്ക് ഓണേഴ്സ് നമ്മൾ ചേഞ്ച് പേര് മാറ്റി. ഷവായി മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അങ്ങനെ ഒരു ഐറ്റംസ് പെരിന്തൽമണ്ണയിൽ ഇപ്പോഴും ഉണ്ട്. അതെ, അത് നിങ്ങളുടെയാണ്. നമ്മുടെ ഓണേഴ്സ് തന്നെ മാറ്റി കൊടുത്തത്. ഇപ്പോൾ നവാബി എന്നുള്ള പേരിലാണ് അവിടെ നമ്മുടെ ഷെഫ് 45 വർഷം ദുബായ് പാലസിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ലണ്ടൻ, അമേരിക്ക അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മൾ ഷെഫിൻ്റെ റെഗുലറായിട്ടുള്ള ഷെഫിൻ്റെ സ്പെഷ്യൽ ഡിഷസ് സെയ്ദ് ബിരിയാണി, ടർക്കി ഷീ കബാബ് ഉണ്ട്, ചിക്കനിൽ ബീഫിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഗിൽ ഫിഷ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഷെഫിൻ്റെ സ്പെഷ്യലായിട്ട് സൂപ്പ് വരുന്നുണ്ട്. അത് ബോട്ടിൽ ഗാർഡ് സൂപ്പാണ്, ചെരങ്ങ സൂപ്പ്. ഓക്കെ, അതാണ് ഷെഫിൻ്റെ സ്പെഷ്യലായിട്ട് വരുന്ന ഐറ്റംസ്. അതിൻ്റെ കൂടെ നമ്മൾ റെസ്റ്റോറൻ്റ് ആകുമ്പോൾ ചൈനീസ്, സൗത്ത് ഇന്ത്യൻ എല്ലാ ഡിഷസും ആഡ് ആയിട്ടുള്ള മെനു ആണ് നമ്മളിപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ തമിഴ്നാട് സ്റ്റൈലാകുമ്പോൾ അവിടെ വെജ് മീൽസ്, തമിഴ്നാട് സ്റ്റൈൽ മീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ 1 മന്ത് ആയിട്ടേ ഉള്ളൂ. ഒരു മാസം. നല്ല റെസ്പോൺസിബിളാണ്, നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് കസ്റ്റമർ ഭാഗത്തു നിന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് വിചാരിച്ചത്. ഉഷാറാവട്ടെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെഷ്യലുകൾ എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറെ എന്തൊക്കെയുള്ളത്? നമ്മൾ അറബിക് തന്നെ നമ്മൾ പാലസ് മന്തി ഓരോ സാധനം നമ്മൾ ഇൻട്രൊഡ്യൂസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഓൺ റെസിപ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗില്ല് അൽഫാം, പിന്നെ അതേപോലെ തന്നെ ടർക്കിഷ് അൽഫാം വരുന്നുണ്ട്. കസ്ത അൽഫാം നമ്മൾ നെക്സ്റ്റ് വീക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിക്കൻ കസ്ത എന്നൊരു സ്പെഷ്യൽ അൽഫാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഹണി ചില്ലി അൽഫാം, അതേപോലെ നോർമൽ അൽഫാം വരുന്നുണ്ട്. പിന്നെ ഗിൽ ഫിഷ് വരുന്നുണ്ട്, ഗിൽ അൽഫാം വരുന്നുണ്ട്, ഫിഷ് അൽഫാം വരുന്നുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഐറ്റംസ്. പിന്നെ ഇതൊക്കെ ഷെഫിൻ്റെ സ്പെഷ്യലാണ്. ഷീഖ് കബാബ്, ടർക്കി ഷീഖ് കബാബ്സ് വരുന്നുണ്ട്. 2 ഐറ്റം വരും, ചിക്കനിലും ബീഫിലും വരുന്നുണ്ട്. അത് ഷെഫിൻ്റെ സ്പെഷ്യലായിട്ട് ഐറ്റംസ് വരും. ഇനിയിപ്പോൾ അടുത്ത് നിങ്ങൾ പെരുന്തൽമണ്ണ തുടങ്ങാൻ വല്ല പ്ലാനുണ്ടോ? ഇല്ല, നമ്മൾ ഈ റൂട്ടിൽ തന്നെ നമ്മൾ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നൈസാണ് സംഭവം. ഞങ്ങൾ നന്നായിട്ട് വിഷമം. ഞാൻ മലയാളികളുടെ ഹോട്ടലാണെന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. ജസ്റ്റ് കയറിയപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. എന്താ പേരെന്തായിരുന്നു? എൻ്റെ പേര് മുഹമ്മദ് സാലിഹ്. വീട്? ഞാൻ മലപ്പുറത്ത് തന്നെ. മലപ്പുറത്ത് തന്നെ. എവിടെ? മലപ്പുറത്ത് എവിടെ? ഞാൻ പാണ്ടിക്കാട്. ഞങ്ങളുടെ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ പെരിന്തൽമണ്ണയാണ്. ഞാൻ പ്രൊഫഷണലി ടീച്ചറാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ഫീൽഡിൽ താല്പര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്ത്. എനിവേ, അടിപൊളി. ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള സൂപ്പ് വന്നിട്ടുണ്ട്. സൂപ്പ് ഓക്കെ, വെജിറ്റബിൾ സൂപ്പ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സൂപ്പ്. ചെരങ്ങ സൂപ്പാണ്. ഷെഫിൻ്റെ സ്പെഷ്യൽ സൂപ്പാണ്. നമ്മൾ സാധാരണ കസ്റ്റമേഴ്സിന് സൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചൈനീസ് ഡിഷായിട്ടാണ് നമ്മൾ സാധാരണ സ്റ്റോക്ക് വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഇതിൽ നമ്മൾ കോക്കനട്ട്, തേങ്ങാപ്പാൽ, അതുപോലെ തന്നെ ജീരകം, ബട്ടറൊക്കെ ആഡ് ചെയ്ത് വരുന്ന സ്പെഷ്യൽ സൂപ്പാണ്. ഇതാണ് ഷെഫിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സൂപ്പാണ്. ഓക്കെ, പിന്നെ അടുത്ത് ഹവായിൻ സലാഡ് വരുന്നുണ്ട്. ഹവായിൻ സലാഡ് നെക്സ്റ്റ് ഡിഷാണ്. അത് നമ്മുടെ ഷെഫിൻ്റെ സ്പെഷ്യൽ ലീഫ് ഐസ് ബർഗറിന് ലീഫൊന്നുണ്ട്. അത് നമ്മൾ സാധാരണ ബർഗറിൽ ലെറ്റ്യൂസ് ഇടും. ലെറ്റ്യൂസ് കുറച്ച് ഹാർഡായിട്ടുള്ള ലീഫാണ്. ഇത് നമ്മൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ലീഫാണ് ഐസ് ബർഗർ. അത് ഇട്ടാണ് നമ്മൾ പൈനാപ്പിൾ, പെപ്പറും ഒക്കെ ആഡ് ചെയ്ത് വരുന്ന ഹവായിൻ വെജ് സലാഡ് വരുന്നത്. പിന്നെ നമ്മുടെ സെയ്ദ് ബിരിയാണിയാണ്. സെയ്ദ് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഫിൻ്റെ ഏകദേശം 60 വർഷത്തോളം എക്സ്പീരിയൻസിലുള്ള ഒരു ഡിഷാണ്. ഷെഫ് അവിടെ പാലസിൽ കൊടുത്തിരുന്ന ഡിഷാണ്.
അത് ചിക്കൻ ഒരു ഗ്രേവി ടൈപ്പാണ് വരുന്നത്, ഒരു ക്രീമി ടൈപ്പ് ചിക്കനാണ്. അറബിക് ഡിഷാണ്. സ്പൈസസ് ഒക്കെ കമ്മിയാക്കിയിട്ട് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന മസാലാസാണ് വരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ലോക്കലായിട്ടുള്ള മസാലകളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മസാലകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അറബിക് ഡിഷാണത്. പിന്നെ ഷീ കബാബ് വരുന്നുണ്ട്, അതും അറബിക് ടർക്കിഷ് ഷീ കബാബാണ്. അത് ടർക്കിഷ് ഡിഷാണ്, അതിലും സ്പൈസി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഷെഫിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് അതായിരുന്നു. എങ്ങനെയുണ്ട് പക്ഷേ? അടിപൊളിയാണോ? മുസ്തഫ മാഷ് കഴിച്ചില്ല? മാഷ്ക്ക് സൂപ്പ് ഇഷ്ടമല്ല, അത് കാരണം കൊണ്ട് അല്ലേ മാഷ് കഴിക്കുന്നത്. ഗിരീഷ് മാഷ് കഴിച്ചില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പോൾ ബ്രോ സംഭവം അടിപൊളിയാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളതും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ താങ്ക് യു. നമ്മുടെ അടുത്ത സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇതാണ് വെജ് ഹവായിൻ സലാഡ്. വെജ് ഹവായിൻ സലാഡ്. ഇത് ചിക്കനിലും വരുന്നുണ്ട്, വെജ് ആയിട്ടും വരുന്നുണ്ട്. വെജിൽ നമുക്ക് പൈനാപ്പിളും ലീഫൊക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, എന്താ മാഷ അവസ്ഥ? മധുരമാണോ, പുളിയാണോ, എരിവാണോ? അല്ല, അതിൽ പൈനാപ്പിളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് മയോനൈസ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് വെജ് മയോനൈസ് ആണ്. പെപ്പർ ഉണ്ട്, വെജ് മയോനൈസ് ആഡ് ചെയ്യുന്നത്. സാധാരണ മയോനൈസ് അല്ല, നമ്മളിവിടെ മയോനൈസ് ആയിട്ട് അങ്ങനെ കൊടുക്കുന്നില്ല. അതായത് മയോനൈസ് നമുക്ക് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. നമ്മൾ ഒക്കെ ഗാർലിക് പേസ്റ്റാണ് കൊടുക്കുന്നത്. ഗാർലിക് പേസ്റ്റ് കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. കറക്റ്റ് ഗാർലിക്കിൽ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്, ഓയിലൊന്നും ആഡ് ചെയ്യാതെ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഗാർലിക് പേസ്റ്റ്. നമ്മൾ അറബിക് ഡിഷായിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെജ് മയോനൈസ് അതിൽ വരുന്നത്. വെജിറ്റേറിയൻസിനും ആപ്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത്. മാഷേ എന്താ അവസ്ഥ? മാഷ എന്താ പാട്? അതിനെ ഇതിൻ്റെ ഓണർ ഇക്കാണ് കേട്ടോ. ഇക്ക എൻ്റെ പേര്? എൻ്റെ പേര് ജാഫർ. ജാഫർ. എവിടെ സ്ഥലമൊക്കെ? സ്ഥലം പാലക്കാട്, പൂന്നാർത്ത്. പാലക്കാടാണ്? പാലക്കാട്. ഓക്കെ. 55 കൊല്ലമായി കോയമ്പത്തൂർ വന്നു. കോയമ്പത്തൂർ. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ? ഒരു മാസം 10 ദിവസമായി. 10 ദിവസമായി. ഇക്ക നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യലുകൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ സ്പെഷ്യൽ സയ്യിദ് ബിരിയാണി, പിന്നെ നമ്മളെ തുർക്കി കബാബ്, നമ്മളെ സൂപ്പ്, സലാഡ്. സൂപ്പ് ഇപ്പം ഞങ്ങൾ കഴിച്ചു. സൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയുണ്ട്. ചൊറക്കാന്ന് പറയും തമിഴിൽ. ചെരങ്ങയെന്ന് പറയും കേരളത്തിൽ, നമ്മൾ ചൊറക്കാന്ന് പറയും തമിഴ്നാട്. സംഭവം അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെപ്പ് വന്നിട്ട് ദുബായ് രാജാവിൻ്റെ വീട്ടിൽ പണിയെടുത്ത ആളാണ്. പാലസിൽ പണിയെടുത്ത ആള്. മുപ്പരി ഒരു ഷെയറാക്കി നിർത്തിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മുടെ ഫുഡിനുണ്ടാവും. എപ്പോഴും ഉണ്ടാവും, ഒരേപോലെ ഉണ്ടാവും. ചെപ്പ് മാറുമ്പോൾ ഐറ്റംസ് മാറും. പിന്നെ നമ്മൾ നീറ്റ്നെസ്, അത് സത്യം. അത് കയറിയപ്പോൾ തന്നെ ഞങ്ങളിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ട് നമ്മളൊരു വ്ളോഗ് എടുക്കാനുള്ള കാര്യം തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നീറ്റ്നെസ് ആണ്. സാധാരണ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങൾ തന്നെ പല ഹോട്ടലിന് മുമ്പിൽ നിർത്തിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എത്തിയത്. എനിക്ക് ഹോട്ടൽ ഫീൽഡ് പുതിയതാണ്, തുടക്കമാണ്. ഞാൻ ഗൾഫിലാണ് മക്കളൊക്കെ ഉള്ളത്, അമേരിക്കയിലൊക്കെ. അപ്പം ഇങ്ങനെ ഭക്ഷണം തിന്നതൊന്നും മതിയായിട്ട് ഗൾഫ് ഭക്ഷണം ഈ തമിഴ്നാട്ടിൽ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നല്ല പൈസ മുതൽ മുടക്കിയിട്ട് ഇവരെയും വിളിച്ചുകൊണ്ടൊന്ന് ചെയ്തിരിക്കണം. കാരണം ഇതിൽ ഹൈജീനിക്കാണ്, ഇതിലേതൊരു മിക്സിങ് ഇല്ല, പൗഡർ ഐറ്റം, കെമിക്കൽസ് ഒന്നുമില്ല. എല്ലാം നട്ട്സ് ഐറ്റംസുള്ള മിൽക്ക്, ബദാമ്പ്, ഇതുപോലെ. പിന്നെ ഫുഡിന് വേണ്ടിയുള്ള മിൽക്ക് നമ്മളെ ലുലു മാർക്കറ്റിൽ കിട്ടും, കൊച്ചിയിൽ. അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഐറ്റംസുകളും ഇറച്ചിയടക്കം ദിവസം ഫ്രഷ് മീനടക്കം സ്റ്റോർ ചെയ്യുന്ന പരിപാടിയില്ല. കേരളത്തിൽ നിന്ന് ശനി ഞായർ മാത്രം ഫിഷ് വരും. അത് നല്ല കാര്യം. കാരണം എന്താ വെച്ചാൽ നല്ല ഫുഡ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇമേജ് ഏർപ്പെടുത്തണം എന്നൊരു ആഗ്രഹം. എന്തായാലും ശരി. പെരിന്തൽമണ്ണ നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? പെരിന്തൽമണ്ണ മറ്റവർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു, അന്നേരമാണ് അവർ അവിടെ നിന്ന് കൊടുത്തിട്ട്. പെരിന്തൽമണ്ണ ഇപ്പോഴും ഉണ്ട്, ഷെഫ് ടേബിൾ ഉണ്ട്. ഞാൻ പെരുന്തൽമണ്ണക്കാരനാണ്, അതുകൊണ്ട് തന്നെ ഷെഫ് ടേബിൾ അവിടെ ഞാൻ കാണാറുണ്ട്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങടെ ഒരു ഇതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണേ. എന്തായാലും ഉഷാറാവട്ടെ. നിങ്ങളെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം.
സെയ്ത്ത് ബിരിയാണി അല്ലേ? സെയ്ദ് ബിരിയാണി. സെയ്ദ് ബിരിയാണി, അതാണ് കേട്ടോ ഈ സാധനം, സെയ്ദ് ബിരിയാണി. ഇത് നമ്മുടെ ഷെഫിൻ്റെ പേര് സെയ്ദ് എന്നാണ്. ആ പുള്ളിയുടെ പേര് തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഷെഫ് സെഡ് എന്നാണ് പേര്. പുള്ളിയുടെ പേര് തന്നെയാണ് ഒരു ബിരിയാണി നമ്മൾ ചെയ്യുന്നത്. ഇത് ലെഗ് പീസിൽ മാത്രമാണ് ചെയ്യുന്നത്. ലെഗ് പീസും അതിൻ്റെ തൈ പീസും മാത്രമേ ചെയ്യുന്നത്, ബാക്കിയുള്ള പീസസ് യൂസ് ചെയ്യുന്നില്ല. അറബിക് റൈസ് വിത്ത് നമ്മൾ ക്രീമി ടൈപ്പ് ഗ്രേവിയാണ് വരുന്നത്. ചിക്കൻ്റെ ക്രീമി ടൈപ്പ് ഗ്രേവിയാണ്. എന്തായാലും കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയും. ഓക്കെ, ഉറപ്പായിട്ടും. ഫ്രണ്ട്സ്, ഈ റൈസും ഗ്രേവിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം എന്നാണ് കേട്ടോ പറയണേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിന് സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സുമാഷ, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പറായില്ലേ? ഓക്കെ, ഇത് നമ്മൾ ഡേറ്റ്സ് പിക്കറാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസാലകളാണ്. നമ്മൾ ഇതിനകത്ത് സോൾട്ട്, പെപ്പർ, എല്ലാ എരിവ് ഇതൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ സ്വീറ്റായിട്ട് അച്ചാർ പിക്കിൾ കൊടുക്കുന്നത്. ഡേറ്റ്സ് പിക്കിളാണത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ തരില്ലേ? പിക്കളാ ഫ്രണ്ട്സ്, സംഭവം പൊളിച്ചു കിട്ടാം, രക്ഷയില്ല. അടിപൊളി ഹോട്ടലാണ് കേട്ടോ. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഓപ്പൺ കിച്ചൺ, ഇവിടെ പുറത്താണ് അല്ലേ, ഓപ്പൺ കിച്ചണാണ്. ഇവിടെ പുറത്തിരുന്ന് കഴിക്കുമ്പം അല്ലേ നല്ല നൈസ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അറൗണ്ട് 90 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം സ്കൂളുകളിൽ നിന്നോ അങ്ങനെയൊക്കെ ട്രിപ്പായിട്ടോ കാര്യങ്ങളൊക്കെ പോരുകയാണെങ്കിൽ തന്നെ നമുക്ക് 90 പേർക്ക് ഇവിടെ ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഇവിടെ ഉണ്ട് ടോട്ടല്. ഏകദേശം 90ഓളം ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂം ആണെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി നീറ്റായിട്ടുള്ള സംഭവമാണ്. എല്ലാവർക്കും നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആണല്ലേ. നമ്മൾ സാധാരണ ഒരു തമിഴ്നാട്ടിൽ വന്നിട്ട് അങ്ങനെ തമിഴ്നാടിനെ മൊത്തത്തിൽ അധിക്ഷേപിക്കല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട അല്ലേ. ബാത്റൂം ആണെങ്കിലും നീറ്റാണ് ഫുള്ള്. ഓക്കെ, ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടൈം നമ്മൾ രാവിലെ ഒരു 11:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം എല്ലാ ഫുഡും 11 ആകുമ്പോഴേക്ക് റെഡിയാവും. പിന്നെ 11 മണി വരെ നമുക്ക് നൈറ്റ് 11 മണി വരെ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ എത്ര സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്? നമുക്കിപ്പോൾ ഏകദേശം 100ൻ്റെ അടുത്ത് സീറ്റിംഗ് വരുന്നുണ്ട്. അകത്തും പുറത്തുമായിട്ട് 100ൻ്റെ അകത്ത് സീറ്റ് വരുന്നുണ്ട്. പുറത്തിപ്പോൾ നമുക്ക് കുറച്ചും കൂടി മെനു കുറച്ചും കൂടി അപ്ഡേറ്റ് ആവാനുണ്ട്. ഇപ്പോൾ നമ്മൾ 1 മന്ത് ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ് ലോഞ്ച് മെനു ആണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 വീക്ക് 2 വീക്കിൻ്റെ ഉള്ളിൽ ഒരു മെനു വരുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട് സ്റ്റൈലാവുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വെജിന് കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുത്തുകൊണ്ടുള്ള മെനു ആണ് വരുന്നത്. വെജ് മെനു വേറെ, നോൺ വെജ് മെനു വേറെ, ജ്യൂസ് ആൻഡ് കഫേ മെനു വേറെ, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഓരോ ദിവസവും ഐറ്റംസ്, അതായത് ഫുഡ് ഐറ്റംസ് മാറിയിട്ട് മെനുകൾ മാറാറുണ്ടോ? നമുക്ക് മെനുകൾ നമുക്ക് വീക്കെൻഡ് നമുക്ക് കുറച്ചും കൂടിയും സ്പെഷ്യലായിട്ട് വരുന്നത്. ഇപ്പോൾ ഗിൽ ഫിഷ് അൽഫാമും അതേപോലെ തന്നെ ഫ്രൈഡ് ചിക്കനൊക്കെ നമുക്ക് വീക്കെൻഡിൽ വരുന്നുണ്ട്. പിന്നെ സാധാരണ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ഷെഫിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഡിഷസ് എന്നും അവൈലബിൾ ആണ്. എന്നും അവൈലബിൾ ആണ്. അതല്ലാതെ നമ്മൾ വീക്കെൻഡ്സിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഗിൽ ഫിഷ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ, ഗിൽ ബീഫ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളും ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ
ഓരോന്നും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ ദുബായ് പാലസിൽ വർക്ക് ചെയ്തിരുന്ന ഷെഫാണ്. 45 വർഷം അവിടെ എക്സ്പീരിയൻസ് ഉള്ള ഷെഫ്. 45 വർഷം പുള്ളി അവിടെ വർക്ക് ചെയ്തു. പുള്ളിയുടെ എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെയ്ദ് എന്നാണുള്ള പേര്. പുള്ളിയുടെ പേര് തന്നെ നമ്മൾ സെയ്ദ് ബിരിയാണി പുള്ളിയുടെ സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ അതിൻ്റെ പേര് സെയ്ദ് ബിരിയാണി എന്നാണ് പുള്ളിയുടെ പേര് തന്നെ നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഷെഫ് സെഡ് എന്നാണ്. സെയ്ദ് എന്നുള്ള സെഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നല്ല സെയ്ദ് ബിരിയാണി അങ്ങനത്തെ നൈസായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നോളി. ഒരു പ്രശ്നമല്ല, അടിപൊളി ഫുഡാണ്. നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കഴിച്ചതിൻ്റെ മാഷേ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് അല്ലേ? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, അടിപൊളി ഫുഡാണ്, ധൈര്യമായിട്ട് പോരൂ. ഇത് മധുക്കര അല്ലേ? മധുക്കര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ നിന്ന് മധുക്കര മല്ലയൻ കോംപ്ലക്സ് കോറി ഓഫീസ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോണത് നേരെ എങ്ങോട്ടാണെന്നറിയോ? ഇത് നേരെ നമ്മുടെ പാലക്കാട് അങ്ങോട്ടുള്ള റൂട്ടാണ്. ഇവിടെ നേരെ കോയമ്പത്തൂർ ടൗൺ കേട്ടോ. നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഇത് വരുന്നത്. കാനറ ബാങ്കിൻ്റെ ഒരു ATM കാര്യങ്ങളും ഉണ്ട്, ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടാണ് നമ്മുടെ ഈ ഹോട്ടൽ വരുന്നത്. ഇതാണ് കേട്ടോ മധുക്കരയും. ഇതാണ്ടോ കാനറ ബാങ്ക്. കാനറ ബാങ്കിൻ്റെ ബ്രാഞ്ചിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഷെഫ് അറേബ്യൻ റെസ്റ്റോറൻറ്റ്. ഷെഫ് സെഡ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞു തന്നു സെയ്ദ് അല്ലേ. ഇത് നേരെ പാലക്കാട്. നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ടോളൂ ആണല്ലേ. ഇതാണ് ഷെഫ് ടേബിൾ. നേരെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് കോയമ്പത്തൂർ കേട്ടോ. ഇതാണ് റൂട്ട്, ഇതാണ് ലാൻഡ്മാർക്ക്. നിങ്ങൾക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ അമ്പലം കാണാൻ പറ്റും. ശിവൻ്റെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിനോട് ചാരിയിട്ട് തന്നെയാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. ഈ കാനറ ബാങ്കിൻ്റെ ബ്രാഞ്ച്, അത് നോട്ട് ചെയ്താൽ മതി. എൻ്റെ മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കാരണം 1 മാസവും 10 ദിവസവും ആയവരും ഇവിടെ തുടങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് കയറി കഴിഞ്ഞപ്പോൾ ഒന്ന് എടുത്തു എന്ന് മാത്രം.